ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ട് ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇന്നിവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പുട്ടുപൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുപൊടി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാ അരിപ്പൊടി എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സാധാ അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് പുട്ടുണ്ടാക്കാമെന്നും കൂടാണ് കാണിക്കുന്നത്. സാധാരണ പുട്ടുണ്ടാക്കിയാൽ ഭയങ്കര ഹാർഡാണ് ആവാറ്. അപ്പോൾ ഇത് സോഫ്റ്റ് ആക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ അതേ സെയിം അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി വെള്ളമാണ് എടുക്കുക നമ്മൾ. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ സെയിം അളവിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫിഷ് അല്ലെങ്കിൽ ബീഫ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, കുറച്ച് മല്ലിയില, പിന്നെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ ബീഫാണോ അല്ലെങ്കിൽ മീനാണോ എന്താ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെയൊക്കെ അളവിൽ എടുത്താൽ മതി. ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വേണം. പിന്നെ ഏതെങ്കിലും നല്ല ടൈപ്പ് ഗീ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഞാനിവിടെ ടേസ്റ്റിന് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി. ഈ മസാലപ്പൊടികളൊക്കെ ഇതിന് പകരം ചിലപ്പോൾ വേണമെങ്കിൽ മീറ്റ് മസാല എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഏതാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, ഞാനൊരു 1/2 ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ ഗീ ഒഴിക്കുന്നത് നമുക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നത്. അത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വാടി കിട്ടും, വേഗം ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴണ്ട് കിട്ടും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും അതുപോലെ തന്നെ സവാള വഴറ്റുമ്പോഴൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പുട്ട് ഓൾറെഡി ഡ്രൈ ആണ്. അപ്പോൾ പുട്ടിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെറ്റായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളം മസാലയും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അതുവരെ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മസാല
ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ എത്ര പൊടിയാണോ എടുത്തത് ആ അളവിൽ തന്നെ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കുക. ഞാൻ 1 കപ്പ് പൊടിയാണ് എടുത്തത്, അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ പുട്ടിന്, അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളവും പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളം പൊടിയും കൂടെ മിക്സ് ആവണം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റിയിട്ട് കറക്റ്റ് പാകമാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളത്തിൽ എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടിന് സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു പരുവാക്കിയിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുട്ടുപൊടി ആയിട്ടുള്ളത്. ഇതിൽ ചെറിയ ബോൾസൊക്കെ എടുക്കേണ്ടത് പ്രശ്നമില്ല നമുക്ക്. ഇനി ഇത് കുറച്ച് ആദ്യത്തെ ബോൾസ് എടുത്തിട്ട് നമുക്കൊരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലൊന്ന് പൾസ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പൊടിയും കുറച്ചായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അധികം ഇട്ടടിക്കരുത്. അങ്ങനെ ഇട്ടടിച്ച് കഴിഞ്ഞാൽ ഇത് പത്തിരിയുടെ മാവ് പോലെ കുഴഞ്ഞു പോകും, പുട്ടിൻ്റെ പൊടി പോലെ ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിണ്ടെടുക്കുക. പൾസിലിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ടകൊക്കെ പൊടിഞ്ഞിട്ട് പൊടി രൂപത്തിലാവും. പിന്നെ അതിൽ ഇട്ടിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊന്നും ഈ പൊടിയിലൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. അതൊക്കെ ഞാൻ പൊടിക്കാതെ തന്നെ സെപ്പറേറ്റ് അങ്ങ് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാ പൊടിയും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ പൊടി റെഡിയാവും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ പുട്ട് മേക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ചിടരുത്, അത്യാവശ്യം തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേറെ കറികളൊന്നും ഇട്ടില്ല. നമ്മൾ ഈ മസാല കൂട്ടി തന്നെയാണ് നമ്മൾ ഈ പുട്ട് വയ്ക്കുന്നത്. അപ്പോൾ മസാല അത്യാവശ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വാട്ടിയെടുത്തുകൊണ്ട് തന്നെ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്ത ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. സാധാ പുട്ടിനും കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുട്ടിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. താങ്ക്